നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അതിവേഗ നടപടികളുമായി ED മുന്നോട്ട് പോവുകയാണ്. നേരത്തെ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലടക്കം നിരവധി സ്ഥലങ്ങളിൽ 12ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. 2024 ഈ കേസുമായി ബന്ധപ്പെട്ട ECIR ED രജിസ്റ്റർ ചെയ്യുന്നത്. SFIO അന്വേഷണത്തെ തുടർന്ന് ഈ കേസിലെ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാനാണ് ED അന്വേഷണം. ഇപ്പോൾ ED ഈ കേസിൽ ECIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ EDക്ക് ആ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന ഒരു നിയമപ്രശ്നം, നിയമക്കുരുക്ക് അത് 2 വർഷത്തോളം നടപടിക്രമങ്ങളിൽ വലിയ കാലതാമസം ഉണ്ടാക്കിയിരുന്നു. വിവിധ കോടതികളിൽ ഉണ്ടായ ഹർജികൾ, ചോദ്യം ചെയ്യൽ, ഇതെല്ലാം 2 വർഷത്തോളം EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തടസ്സമുണ്ടാക്കിയിരുന്നു. ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള ഹൈക്കോടതി ED അന്വേഷണവുമായി മുന്നോട്ട് പോകാം ഈ കേസിൽ എന്ന വിധി പ്രഖ്യാപിച്ചത്. അതിനെതിരെ ബന്ധപ്പെട്ട കക്ഷികൾ അപ്പീൽ കൊടുത്തെങ്കിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും അതേ വിധി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. EDയുടെ അന്വേഷണത്തിന് തടസ്സങ്ങളില്ല എന്ന കോടതി വന്നതിനെ തുടർന്നാണ് ED അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോയത്. തുടർന്നാണ് 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. പിണറായി വിജയന്റെയും വീണ വിജയന്റെയും അതുപോലെ തന്നെ വീണ വിജയന്റെ ഭർത്താവ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള CMRL അധികൃതരുടെയും വീടുകളിലും ഓഫീസുകളിലുമൊക്കെയാണ് അന്ന് EDയുടെ ഒരു സർപ്രൈസ് പരിശോധന, റെയ്ഡ് നടന്നത്. ഈ റെയ്ഡ് സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടിയാണ് റെയ്ഡ് നടത്തിയത്. എന്നാൽ പിണറായി വിജയന്റെ വസതിക്കെതിരെ റെയ്ഡ് നടത്തിയതിനെതിരെ CPM വലിയ നിലപാട്, വലിയ പ്രതിഷേധമൊക്കെ അന്ന് നടത്തിയിരുന്നതാണ്. ഈ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തി പുറത്തേക്കിറങ്ങിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ കേസിൽ കൃത്യമായും അന്വേഷണം നടന്നു വരികയാണ്. നിരവധി CPM പ്രവർത്തകർ ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സാഹചര്യവുമുണ്ട്. നിർണായകമായ പരിശോധനയും അതുപോലെ തന്നെ ECIR രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനിർണായകമായ ഈ കേസ് അന്വേഷണത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ED കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ വിജയനിൽ നിന്ന് ചോദ്യം ചെയ്യൽ ആരംഭിക്കാനാണ് ED പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ വീണ വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ആരോഗ്യപരമായ കാര്യങ്ങളാൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ കഴിയില്ലെന്നും അടുത്ത 2 ആഴ്ച കൂടി സമയം നീട്ടിത്തരണമെന്നുമാണ് വീണ വിജയൻ EDയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ വീണയുടെ ഈ ആവശ്യം അംഗീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശപ്രകാരം കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ബുധനാഴ്ച വീണ്ടും വീണയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അല്ലെങ്കിൽ സമൻസ് നൽകുകയായിരുന്നു. 2 ആഴ്ചത്തെ സമയം വീണ ചോദിച്ചെങ്കിലും 2 ആഴ്ച അനുവദിച്ചില്ല. മറിച്ച് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ED വീണയെ അറിയിച്ചത്. അതായത് ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകേണ്ട എന്നാണ് ED ഉന്നത തലത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയത്. എന്നാൽ ബുധനാഴ്ചയും EDക്ക് മുന്നിൽ വീണ വിജയൻ ഹാജരാകുമോ അതോ മറ്റേതെങ്കിലും ഒഴിവുകഴിവുകൾ അന്ന് പറയുമോ എന്നറിയില്ല. എന്തായാലും ED ഇപ്പോൾ വീണ വിജയന്റെ ചോദ്യം ചെയ്യലിന് ആരംഭിച്ചില്ലെങ്കിലും ഇന്നു മുതൽ മറ്റു കക്ഷികളുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനമായും CMRLന്റെ MD ശശിധരൻ കർത്തയുടെ മകളെ ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഷിബി S കർത്ത, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ശരൺ S കർത്ത എന്നിവരെ 2 പേരെയുമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഷിബി S കർത്ത രാവിലെ EDക്ക് മുന്നിൽ ഹാജരായി എന്നാണ് സൂചന. ശരൺ ഹാജരാകുമോ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടില്ല. പക്ഷേ ഷിബി S കർത്ത ഹാജരായിട്ടുണ്ട്. ഷിബി S കർത്ത CMRLന്റെ മറ്റൊരു ഡയറക്ടറാണ്. ഷിബി S കർത്തയ്ക്ക് CMRLന്റെ മറ്റൊരു സഹോദര കമ്പനിയായ നിപുണയുടെ സാധ്യത അല്ലെങ്കിൽ നിപുണയുടെ ചുമതലയാണുള്ളത്. ഈ നിപുണയുമായും എക്സാലോജിക്കുമായും മറ്റു ചില ബന്ധങ്ങളുണ്ട് എന്ന് SFIO അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നതാണ്. ഇതടക്കമുള്ള ചോദ്യങ്ങളായിരിക്കും ഷിബി S കർത്തയിൽ നിന്നും ചോദ്യം ചെയ്ത് വിവരങ്ങൾ നേടുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശരൺ S കർത്തയെയും വരും ദിവസങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യും. ശശിധരൻ കർത്തയ്ക്ക് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹാജരാകില്ല. പക്ഷേ എന്നാൽ ഈ ശശിധരൻ കർത്തയെ അങ്ങോട്ട് പോയി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ED തീരുമാനിച്ചിരിക്കുന്നത്. ശശിധരൻ കർത്തയെ അങ്ങോട്ട് പോയി ചോദ്യം ചെയ്യുകയും കർത്തയുടെ 2 മക്കളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുമാണ് ED ഇപ്പോൾ ആദ്യ പടി എന്ന നിലയിൽ നടത്തുന്നത്. അതിനുശേഷമായിരിക്കും ബുധനാഴ്ച
വീണ വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുക. ചോദ്യാവലി അടക്കം തയ്യാറാക്കിയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ED ഒരുങ്ങുന്നത്. അതായത് നിർണായകമായ ചില രേഖകൾ അന്ന് നടന്ന റെയ്ഡിൽ EDക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വീണ വിജയൻ്റെ ടെലിഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ED പരിശോധിച്ചിരുന്നു. ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും EDയുടെ കയ്യിലുണ്ട് എന്നാണ് സൂചന. ഇത്തരം നിർണായകമായ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ 134ഓളം രേഖകൾ SFIO EDക്ക് കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം അടിസ്ഥാനമാക്കി നിർണായകമായ ചോദ്യം ചെയ്യലായിരിക്കും ED ഇപ്പോൾ ഈ ഷിബി എസ് കർത്തയും അതുപോലെ തന്നെ ശരൺ എസ് കർത്തയും വീണ വിജയനെയും ഒക്കെ ബന്ധപ്പെട്ട് നടത്തുക. ഇങ്ങനെ നിർണായകമായ ചോദ്യം ചെയ്യലുകളിലേക്ക് ഇപ്പോൾ ED കടന്നിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലുകളിൽ ഈ മാസപ്പടി, അതായത് യാതൊരു സേവനവും നൽകാത്ത പണം എങ്ങനെയാണ് ഈ വീണ വിജയൻ്റെ കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്, അത് പിന്നീട് എന്ത് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് തീർച്ചയായും മറ്റു ചില ആസ്തികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആസ്തികൾ കണ്ടുകെട്ടി കൂടുതൽ വിചാരണ നടപടികളിലേക്കും മറ്റും പോകാനാണ് ഇപ്പോൾ ED ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ തന്നെ, കാരണം അവർക്ക് മുറിവേറ്റിരിക്കുന്നു. കാരണം അവരുടെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലാണ് കേരളത്തിലെ CPM പ്രവർത്തകർ പ്രാകൃതമായ ആക്രമണം അഴിച്ചുവിട്ടത്. വാഹനങ്ങൾ പൂർണ്ണമായും തകർത്തു. ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കേസ് അതിവേഗം മുന്നോട്ട് നീക്കാൻ ആഗ്രഹിക്കുകയാണ്. EDയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം കേരളത്തിലെത്തി ഈ കേസിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷമുള്ള ഒരു നയമാണ് ഇപ്പോൾ ED പിന്തുടരുന്നത്. കൃത്യം വേഗതയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ സ്വത്തുവകകൾ അത് കണ്ടുകെട്ടുക, EDയുടെ ഈ കേസ് അത് പൂർണ്ണമായും വിചാരണ ഘട്ടത്തിലേക്ക് മാറ്റുക. ഇതാണ് ഇപ്പോൾ ED ലക്ഷ്യം വയ്ക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഈ കേസ് അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ED ഉദ്യോഗസ്ഥരുടെ തീരുമാനം.